നീയേ ഇന്നലെ എനിക്ക് ഈ അൽഫാം കുഴിയൊക്കെ വിളിച്ചിട്ടുണ്ടല്ല, അത് നിനക്ക് എന്നെ കൊണ്ട് എന്തോ കാര്യം സാധിക്കാനല്ലേ? അതൊക്കെ കാര്യമുണ്ട് മോനെ, സംഭവം നടന്നിട്ട് പറയാ. എടാ നീയില്ലേ ആ രഞ്ജനി അൽഫാമും ഫ്രൈഡ് റൈസും മേടിച്ചോട്ടില്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? എടാ നിന്റെ ഹോബി ഇല്ലേ ഈ ആളുകൾക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് ആൾക്കാരെ കയ്യിലെടുക്കുക, അതല്ലേ? എനിക്കത് മനസ്സിലാവേണ്ടത് നിന്റെ കാര്യങ്ങള്. അത് നിന്നോട് ആര് പറഞ്ഞു? എടാ നീ തന്നെ ആളുകൾക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് നീ തന്നെ 10,000 പേരോട് പറഞ്ഞു നടക്കും. പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയാണ്ടിരിക്കുന്നത്? എനിക്ക് എന്താണ്? എടാ ഞാൻ പോട്ടാ, എനിക്ക് അത്യാവശ്യം പോയി വൈകിട്ട് കാണാം. ഓ എന്നേ വേണ്ട, വേണ്ട. എന്ത് കഷ്ടമല്ലേ, 35 വയസ്സായിട്ടുള്ളൂ. 2 കുഞ്ഞു മക്കളാണ്. 35 വയസ്സായപ്പോ അറ്റാക്ക്. അവന് എപ്പോഴും ജങ്ക് ഫുഡ് തന്നെയാണ്, പൊറോട്ടയും ബീഫ് അല്ലാണ്ട് എല്ലാ ദിവസവും വൈകിട്ട്. ശരീരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചാൾ കൊണ്ട് ജീവിക്കാം. അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അത് തന്നെയാണ്. അത്രേ ഉള്ളൂ. രുചിലി വരണ്ടല്ല അവനോട് പറയണ്ടത്. എവിടെ പോണ്ട ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഇറങ്ങിയാണ് ഇവിടം വരെ. ഞാൻ ഫ്രീ ആണ്ട, ഞാനും വരട്ടെ. നിങ്ങൾ പോകണില്ലേ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡി ഉണ്ടെന്നല്ല. ആരെന്താ മരിച്ചത് പറയടാ. ആരെ കാര്യമാണ് അവൻ പറഞ്ഞത്? നമ്മളാ സുഭാഷിന്റെ കാര്യം. സുഭാഷ് പോടാ. നമ്മുടെ സുഭാഷ എങ്ങനെ? ഞാനുണ്ടടാ. എനിക്ക് അവസാനമായിട്ട് അവനെ കാണുന്നോടൊന്ന്. എടാ നീ പോരണ്ട. അപ്പൊ അവിടെ എല്ലാവരും ഭയങ്കര സങ്കടത്തില് കരച്ചിലായി. കണ്ടു കഴിഞ്ഞാലോ നിന്റെ അവസ്ഥ നിനക്കറിയാലോ. എടാ സങ്കടം കാണുമ്പോ ചിരി വരുന്നത് എന്റെ കുറ്റമാണ്. അതെന്റെ രോഗമല്ലേടാ, കുറ്റപ്പെടുത്തലേടാ. എനിക്ക് കാണണവനാ, ഒന്ന് കാണണം.